എല്ലാവർക്കും നമസ്കാരം. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പാലക്കാട് വിക്ടോറിയ കോളേജിൽ ഏതാണ്ട് ഒരു നൂറ്റാണ്ടിലധികം ചരിത്രമുള്ള പാരമ്പര്യമുള്ള അനേകം മഹാരഥന്മാർക്ക് ജന്മം കൊടുത്ത മഹത്തായൊരു കലാലയമാണ്. അതിൻ്റെ ചുവരുകളിൽ അപമാനകരമായ ഒരു പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടു. നവാഗതരെ സ്വാഗതം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടോ മറ്റോ ആണെന്നുള്ളതാണ് ഓർമ്മ. ചുവപ്പും പച്ചയും കലർന്ന നിറങ്ങളിൽ വ്യക്തമായ ലൈംഗിക ധ്വനിയുള്ള ഒരു കാരിക്കേച്ചർ. അതിൻ്റെ താഴെ അമേരിക്കൻ ഗേ പ്രവർത്തകനായ ഗോയിറ്റ് ബെറിയുടെ ഒരു വാചകവും കൂടി. ആ വാചകം എങ്ങനെയാണ്? ജീസസ് ഡൈഡ് ഫോർ അവർ സിൻ, നോട്ട് ഫോർ അവർ സെക്ഷുവാലിറ്റി. ഉന്നതമായൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ ചുവരുകളിൽ ഭാവി തലമുറയ്ക്ക് ധാർമ്മിക ബോധവും മാനവികതയും മതനിരപേക്ഷയും വളർത്തിയെടുക്കേണ്ട ഒരു സ്ഥാപനത്തിൻ്റെ ചുവരുകളിൽ ഇങ്ങനെ നിന്ദ്യമായ ഹീനമായ ഒരു പോസ്റ്റർ പ്രത്യക്ഷപ്പെടുന്നതിൻ്റെ പിറകിലാരായിരിക്കും പ്രവർത്തിക്കുന്നത്? SFI എന്ന് പറയുന്ന CPIMൻ്റെ പോഷക വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ പേരിലാണ് ഈ പോസ്റ്റർ അവിടെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച് കേരളം ഒരുപാട് ചർച്ച ചെയ്തതാണ്. ഭാവി തലമുറയ്ക്ക് നേതൃപാഠവം കൊടുക്കുന്നതിന്, പരിശീലിപ്പിക്കുന്നതിന്, ഉന്നതമായ സാംസ്കാരിക ഗുണങ്ങൾ അവർക്ക് പകർന്നു കൊടുക്കുന്നതിന്, മൂല്യബോധത്തിൽ അവരെ വളർത്തുന്നതിലൊക്കെ കലാലയ രാഷ്ട്രീയങ്ങൾക്ക് കൃത്യമായ ഒരു ലക്ഷ്യവും സ്ഥാനവുമുണ്ട്. അങ്ങനെ ഉന്നതമായ ഒരു സ്ഥാനം പുലർത്തേണ്ട കലാലയ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായ ഈ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം അതിൻ്റെ സകല ധാർമ്മികതയും ഉദാത്ത ലക്ഷ്യത്തെയും മറന്നിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള പോസ്റ്ററുകളുടെ പിതൃത്വം ഏറ്റെടുക്കേണ്ടി വരുന്നതെന്നുള്ളത് ഒരു സങ്കടകരമായ ചോദ്യമാണ്. ലൈംഗിക അരാജകത്വവും ദേശവിരുദ്ധതയും തീവ്രവാദങ്ങളോടുള്ള വിസ്മയം കൊള്ളുന്ന പ്രവണതകളുമൊക്കെ വളർത്തിയെടുക്കുന്നതിലോ പ്രചരിപ്പിക്കുന്നതിനോ ഈ സംഘടനയ്ക്കുള്ളിൽ പ്രവർത്തിക്കുന്നവർക്ക് SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം എന്തിനാണ് അഭയം കൊടുക്കുന്നതെന്നുള്ളതാണ് ചോദ്യം. പാലക്കാട് വിക്ടോറിയ കോളേജിലെ ഈ ഒരു പോസ്റ്ററിലേക്ക് വരാം. ലൈംഗിക ധ്വനിയുള്ള ഈ ഒരു കാരിക്കേച്ചറിന് ചുവപ്പും പച്ചയും നിറങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ചുവപ്പും പച്ചയും തമ്മിൽ അവിശുദ്ധമായ ചില ഇഴയെടുപ്പങ്ങളുണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് കുറേ കാലങ്ങളായിട്ട് പ്രകടമായിട്ടുള്ള ഒരു സംശയമാണ്. അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ ഹൈക്കോടതി കേരള ഹൈക്കോടതി 80-20 എന്നുള്ള ന്യൂനപക്ഷ സ്കോളർഷിപ്പിലെ വീതം വയ്പ് മഹാമണ്ഡത്തരമാണെന്നും അതൊരു സമൂഹത്തോട് കാണിക്കുന്ന നീതി നിഷേധമാണെന്നും പറഞ്ഞിട്ട് ഈ സർക്കാർ അതിന് അപ്പീലുമായിട്ട് സുപ്രീം കോടതിയിലേക്ക് പോയിട്ട് ഇത്രയും കാലം അന്യായമായിട്ട് അതിൻ്റെ ഗുണങ്ങൾ അനുഭവിച്ച സമുദായത്തെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുന്നത്. ഈ ഇഴയെടുപ്പം ഇവിടെ മാത്രമുള്ളതല്ല. സകല അനധികൃത കുടിയേറ്റങ്ങൾക്കും ഒത്താശ ചെയ്യുന്നത് യൂറോപ്പിലെ ഇടതു പാർട്ടികൾ ഭരിക്കുന്ന രാജ്യങ്ങളാണ്. ഇറാഖിൻ്റെ ഏകാധിപതി സദാം ഹുസൈൻ കൊല്ലപ്പെട്ടപ്പോൾ ഹർത്താൽ കൊണ്ടാടിയതും പ്രതിഷേധം നടത്തിയതുമായ പ്രകടനം നടത്തിയതും പൊതുമുതൽ നശിപ്പിച്ചതുമായ ഏകനാട് ഈ കേരളമാണ്. ഗാസയിൽ ഇസ്രായേൽക്കാരുടെ നേരെ കല്ലെറിയുന്ന പാലസ്തീനികളെ പട്ടാളം നേരിടുമ്പോൾ സേവ് ഗാസ മൂവ്മെൻറ്റുകളും കണ്ണീരും പ്രകടനങ്ങളും നടത്തുന്നത് ഈ കേരളത്തിൽ മാത്രമാണ്. അപ്പോൾ ഈ ഒരു ഇഴയെടുപ്പം, അവിശുദ്ധമായ ഇഴയെടുപ്പമാണ് ഇങ്ങനെയുള്ള സകല മ്ലേച്ഛതകളുടെയും പിറകിലെന്ന് ഞങ്ങൾ സംശയിക്കുന്നുണ്ട്. നിങ്ങളുടെ പുരോഗമനമോ നിങ്ങളുടെ അരാജകത്വ ചിന്തകളോ ദേശവിരുദ്ധതയൊക്കെ പ്രകടിപ്പിച്ചുകൊള്ളുക. പക്ഷെ അതിനെന്തിനാണ് ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ കേന്ദ്രബിന്ദുവായി നിൽക്കുന്ന നസറായന യേശുവിനെ, അവൻ്റെ നാമത്തെ വലിച്ചിഴയ്ക്കുന്നെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതിഷേധം. അല്ലെങ്കിൽ തന്നെ കേരളത്തിലെ പുരോഗമന പ്രസ്ഥാനങ്ങൾക്കും കലകൾക്കും കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ക്രൈസ്തവ വിശ്വാസത്തെ, വിശുദ്ധ സംജ്ഞകളെ, ഞങ്ങളുടെ വിശുദ്ധ പ്രതീകങ്ങളെ ആക്ഷേപിക്കുന്നത് ഒരു ഹോബിയായിട്ട് മാറിയിട്ടുണ്ടെന്നുള്ളതൊരു നേരാണ്. അത് സിനിമയുടെ പേരിലാണെങ്കിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് അങ്ങനെയുള്ള ഒരു അധമ കലാസൃഷ്ടികൾ കേരള സമൂഹം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് മാധ്യമരംഗത്തുണ്ട്. അന്തിച്ചർച്ചകളിൽ വളരെ തിരഞ്ഞെടുത്ത അജണ്ടകളോടുകൂടിയിട്ട് ക്രൈസ്തവ വിശ്വാസത്തെ വില കൊടുത്തു മേടിച്ച കൂലിത്തൊഴിലാളികളെ കൊണ്ടുവന്നിരുത്തി സത്യത്തിൻ്റെ നേരെ, നീതിയുടെ നേരെ, ധാർമ്മികമായ ചിന്തകളുടെ നേരെ കണ്ണടച്ചിട്ട്
പുലഭ്യം പറയിപ്പിക്കുന്നത് മുഖ്യധാര മാധ്യമങ്ങളുടെ ഒരു ശീലമായിട്ട് മാറിയത് ആരുടെ ഫണ്ട് മേടിച്ചിട്ടാണെന്നുള്ളത് ഞങ്ങൾക്ക് നല്ലവണ്ണം മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നതൊക്കെയും ക്രൈസ്തവ വിശ്വാസത്തെ കലയുടെ പേരിൽ, വിശുദ്ധ സംജ്ഞകളെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ അപമാനിക്കുന്നത് തെറ്റാണ്. അതൊരു പരിഷ്കൃത സമൂഹത്തിന് ഭൂഷണമല്ലെന്നാണ് പറയുന്നത്. SFIയുടെ സാംസ്കാരിക പ്രവർത്തനത്തെക്കുറിച്ച് ഒരുപാടുണ്ട് ചരിത്രം ചികഞ്ഞാൽ പറയാൻ. ഈ സംഘടനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നവരും അതിനെ വളർത്തുന്നവരുമൊക്കെ ഈ കുട്ടികളുടെ പോക്കിനെക്കുറിച്ച് ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. ചില ഉദാഹരണങ്ങൾ പറഞ്ഞു തരാം. 2016 ഇതേ പാലക്കാട് വിക്ടോറിയ കോളേജിൻ്റെ ക്യാമ്പസിൽ തന്നെ 2016 മാർച്ച് 31 കണി കണ്ടുടരുന്നത് ഒരു കുഴിമാടമാണ്. TN സരസു എന്ന് പേരുള്ള അന്ന് റിട്ടയർ ചെയ്യേണ്ട ഗുരുനാഥയ്ക്ക് ഈ വിദ്യാർത്ഥി സംഘടന, ശിഷ്യ സമൂഹം കൊടുത്ത ഉപഹാരമായിരുന്നു, ഗുരുദക്ഷിണയായിരുന്നു ഒരു കുഴിമാടം, അവരുടെ റീത്ത് വെച്ചിട്ടുള്ള കുഴിമാടം. SFI എത്ര ഉന്നതമായ ഒരു സാംസ്കാരിക മാതൃകയാണ് കേരളത്തിലെ വിദ്യാലയങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും നൽകിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു ഉദാഹരണം പറയാം. അത് 2017 ജൂൺ മാസത്തിലാണ്. തലശ്ശേരിയിലെ ഗവൺമെൻറ് ബ്രണ്ണൻ കോളേജിൽ പെല്ലറ്റ് എന്ന പേരിൽ ഒരു മാഗസിൻ പുറത്തിറക്കി. ആ കാലങ്ങളിലാണ് ഭാരത സർക്കാർ സിനിമ തിയേറ്ററുകളിൽ സിനിമ പ്രദർശനങ്ങൾക്ക് ശേഷം ദേശീയ ഗാനം ആലപിക്കണമെന്നുള്ള നിയമം കൊണ്ടുവന്നത്. അതിനോടുള്ള ആക്ഷേപസൂചകമായിട്ടുള്ള ഒരു കാരിക്കേച്ചർ ഈ മാഗസിനിൽ പ്രത്യക്ഷപ്പെടുകയാണ്. തിയേറ്ററിലെ ഒഴിഞ്ഞ കസേരകളുടെ സീറ്റുകളുടെ പശ്ചാത്തലത്തിൽ ഒരു സ്ത്രീയും പുരുഷനും ലൈംഗിക ബന്ധം നടത്തുന്നു. അതിൻ്റെ പിറകിൽ ദേശീയ പതാക ഇളകിയാടുകയും പശ്ചാത്തലത്തിൽ ദേശീയ ഗാനം മുഴങ്ങുകയും ചെയ്യുന്നത്. തികഞ്ഞ ദേശവിരുദ്ധതയും ആധാർമികവുമായ ഈ ഒരു ചിത്രീകരണം ഒരു കോളേജ് മാഗസിനിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ അതിൻ്റെയും പേര് പിതൃത്വം SFIയിലേക്കാണ് അത്ര പോകുന്നത്. എന്ത് ധാർമ്മിക പ്രവർത്തനമാണ്, സാംസ്കാരിക അധപ്പതനമാണ് ഈ സംഘടനയ്ക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു ഉദാഹരണം കൂടി പറയാം. അത് 2019 ജൂൺ മാസത്തിൽ തൃശ്ശൂർ കേരളവർമ്മ കോളേജിൻ്റെ ക്യാമ്പസിൽ പ്രത്യക്ഷപ്പെട്ട ശബരിമല പ്രക്ഷോഭങ്ങളോടനുബന്ധിച്ച് പ്രത്യക്ഷപ്പെട്ട ഒരു പോസ്റ്ററാണ്. ഒരു സ്ത്രീയുടെ കാലുകൾക്കിടയിലൂടെ തലകീഴായിട്ട് വരുന്ന അയ്യപ്പ വിഗ്രഹം, ആ വിഗ്രഹത്തെ സ്ത്രീ പ്രസവിക്കുന്നതായിട്ട്, അതിൻ്റെ താഴെ ആർത്തവരക്തത്തെ പ്രകീർത്തിക്കുന്ന ഒരു കവിതയും. കേരളത്തിലെ വിശ്വാസമുള്ള ഹൈന്ദവ സഹോദരങ്ങളെ മുഴുവൻ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള ഇങ്ങനെ ഒരു വികൃതമായ പോസ്റ്റർ പ്രത്യക്ഷപ്പെടുത്താൻ, എഴുതാൻ, അത് പതിക്കാൻ കേരളത്തിലെ വിദ്യാർത്ഥി സംഘടനയ്ക്ക് എങ്ങനെയാണ് മനസ്സ് വരുന്നതെന്ന് പറയുന്നത് അവരെത്തി നിൽക്കുന്ന ധാർമ്മിക അപജയത്തിൻ്റെ, അവരെ നയിക്കുന്ന അരാജകത്വ ശക്തികളുടെ പ്രത്യക്ഷമായ ഇടപെടലുകളുടെ തെളിവല്ലേ? അപ്പോൾ പറഞ്ഞു വരുന്നത്, നമ്മൾ കൂടുതൽ കൂടുതൽ ഇരുട്ടു പരക്കുന്ന, എങ്ങും ശത്രുതയും വിഭാഗീയതയും നിറയുന്ന ഒരു ലോകത്തിൽ ജീവിക്കുകയാണ്. ഭാവി തലമുറയാണ് നമ്മൾ പ്രത്യാശയോടെ നോക്കുന്നത്. അങ്ങനെ ഒരു പ്രത്യാശയുള്ള, മാനവികതയുള്ള, വിശാല മനസ്സുള്ള, മതേതര ചിന്തയുള്ള, എല്ലാ വിശ്വാസങ്ങളെയും ബഹുമാനിക്കുന്ന ഒരു തലമുറയെ നമ്മൾ പ്രതീക്ഷയോടെ നോക്കുമ്പോൾ, അങ്ങനെ ഒരു തലമുറയെ വാർത്തെടുക്കേണ്ട ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം വിശ്വാസങ്ങളെ അധിക്ഷേപിക്കുകയും ന്യൂനപക്ഷങ്ങളെ അപമാനിക്കുകയും തച്ചുടയ്ക്കുകയും ചെയ്തു തുടങ്ങിയാൽ നമ്മുടെ ഭാവി എത്രമേൽ ഇരുളടഞ്ഞതായിരിക്കും. അതുകൊണ്ട് SFI പോലെയുള്ള സംഘടനകൾക്കുള്ളിൽ പതിയിരുന്ന് അരാജകത്വം പ്രചരിപ്പിക്കുന്ന, മതനിന്ദ നടത്തുന്ന ഭീകരവാദ പ്രസ്ഥാനങ്ങൾ, താലിബാനിസം പോലെയുള്ള ഭീകരവാദ പ്രസ്ഥാനങ്ങളിൽ വിസ്മയം കൊള്ളുന്ന ചില തീവ്ര ചിന്താഗതിക്കാർ ഒളിഞ്ഞിരിപ്പുണ്ടെന്നുള്ളത് ഈ സംഘടനയ്ക്ക് നേതൃത്വം നൽകുന്നവർ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒപ്പം ഞങ്ങൾ വിശുദ്ധമെന്നും പൂജ്യമെന്നും കരുതുന്ന ദീപ്തമായ മാതൃകകളെ, വ്യക്തിത്വങ്ങളെ, സംജ്ഞകളെ എറിഞ്ഞുടയ്ക്കുന്നത്, അപമാനിക്കുന്നത് പാപമാണെന്നും തികഞ്ഞ സാംസ്കാരിക ശൂന്യതയാണെന്നും ഈ കുട്ടികളോട് അവരുടെ കാരണവന്മാർ നല്ലവണ്ണം ഒന്ന് ഉപദേശിച്ചിരുന്നെങ്കിലെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുകയാണ്. നന്ദി.